അവനെ ഓടിക്കളഞ്ഞടി. ഒറ്റ ഓട്ടം. പാവം. അല്ലെങ്കിലും നിന്റെ ഫാമിലി ബാങ്കോട് വെച്ചിട്ടേ ഇങ്ങനത്തെ പൈമരം സെറ്റ് ആവും. നീ വല്ല ഗുണ്ടുകളെയും പ്രേമിക്കണം. എന്തൊരു ഐഡിയ അടി. നീ എന്തിനൊക്കെ ഐഡിയ ഒക്കെ പറഞ്ഞിരുന്ന? എനിക്കൊരു റാപ്പർ ആവണം. നീ രക്ഷപ്പെട്ടു വേണം എനിക്ക് രക്ഷപ്പെടാൻ. ആണല്ലേ? നീ എനിക്ക് ഇങ്ങനെ ഐഡിയ പറഞ്ഞതിന് പകരം നിനക്ക് വല്ല ഡാപ്സിക്കോ ഹനുമാൻ എന്നൊക്കെ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചൂടെ? ബിഗ് സ്റ്റോപ്പാ. അങ്ങോട്ട് പറയും, ഇങ്ങോട്ട് വേണ്ട കേട്ടാ. വേണ്ട, ഗുണ്ടല്ലേ? കണ്ടുപിടിച്ചാ അടങ്ങ്. ആക്സിലേറ്റർ ടൈറ്റാ, സീറ്റ് ഹാർഡാ, ഫുള്ള് ഗ്യാപ്പാണല്ലോ. കണ്ണാടി കൊള്ളാം. ഇടർക്കടാ എന്നോട് പ്രാന്തല്ലേ കേട്ടോ, എല്ലാം കൂടി വലിച്ചോർത്ത് പള്ളേ കളഞ്ഞ. എന്തിന്? എന്റെ വണ്ടി ഞാൻ ഓടിക്കോളൂ. ഒന്ന് ഓടിച്ചു നോക്കട്ടെ, വല്ല കുഴപ്പമുണ്ടോ നോക്കാലോ. ഓടിച്ചോക്കി കുഴപ്പമുണ്ടെന്ന് പറയുന്നത് വർക്ക്ഷോപ്പ് ഒന്നല്ല, കാറ്ററിംഗ് അല്ലേ. ഒറ്റക്കാലയിലാണേലും അഹങ്കാരത്തിന് സ്വാതന്ത്ര്യ സമരത്തിന് പോയിട്ടൊന്നുമല്ലല്ലോ. കള്ളുടിച്ചത് എങ്ങനെ വേണല്ലേ? വയ്യാത്തൊരു കൊച്ച്. സുജിത് കുമാറിനൊരു കത്തുണ്ട്. ഞാനൊന്നുമല്ല സുകുമാർ. ഹലോ, അത് ഞാനാ. ഇത്ര അടിപൊളി പേരുണ്ടായിരുന്നോ സൂചേണ്ടി തീട്ട പേരിട്ട്? ഇതെന്റെ മരിച്ചുപോയ കൂട്ടുകാരന്റെ പേരാ. എന്റെ സുഖു. അമ്മേ മാങ്ങ വേണ്ടവളെ. ഒരു മിനിറ്റ് പോലേട്ടാ ചക്കയുടെ ആരാ. ഇത്ര എണ്ണം ഉണ്ടായിട്ടാണോ സൂചേട്ടാ? അന്ന് വന്ന കല്യാണക്കാരി എന്തായി മോളെ? അത് പോയി, വേറെ നോക്കുന്നുണ്ടമ്മ. ആലോചിക്കുമ്പോ ടെൻഷനാ. നമുക്ക് ഈ മനുഷ്യന്മാരുടെ ഉള്ളിൽ കാണാനൊന്നും പറ്റില്ലല്ലോ. അതും ശരിയാ. നീ കണ്ടറിഞ്ഞു ചെയ്യ് മോളെ. സുഖിച്ചേട്ടന്റെ ഉള്ളാകുമ്പോ ഈ പഞ്ചായത്ത് മൊത്തം കണ്ടതാണല്ലോ. എടാ ഞാൻ പോണേ. അമ്മ പോട്ടെ, വേഗം വാ. എന്തി പോയ കിളിയൊക്കെ ഇന്ന് ഇപ്പോ ഇവിടെ വെച്ച് കാശ് തന്നാ നിന്റെ പ്രശ്നം. അല്ല ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ തല ഇവിടെ കിടന്നു. ഉറപ്പല്ലേ? അയാൾ ഓക്കെ ആയിരിക്കല്ലോ അല്ലേ? അയാള് കറക്റ്റ്. അങ്ങനെയാണെങ്കിൽ നീ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിരിക്കണം അപ്രോച്ച് ചെയ്യേണ്ടത്. സ്റ്റെപ്പ് 1 ചിരി, സ്റ്റെപ്പ് 2 നമ്പർ വയ്ക്കണം, സ്റ്റെപ്പ് 3 പ്രേമം, സ്റ്റെപ്പ് 4 ഒളിച്ചോട്ടം. ഇന്നിപ്പോ സ്റ്റെപ്പ് 1 മാത്രം മതി. പൊക്കോ. തിരിച്ചേക്കണേ. എന്താടാ എടാ നീ കരഞ്ഞുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. എനിക്ക് അങ്ങനെ യാതൊരു വികാരവും ഇല്ല. മനസ്സിലായോടാ? എന്താടാ മധുര മധുര മൃദു മമ മീനാക്ഷി. എനിക്ക് ചേട്ടനോട് ഭയങ്കര ആരാധന. മധുര മധുര മൃദു മമ മീനാക്ഷി. ഈ ആരാധന എന്ന് വെച്ചാ ഈ പ്രേമം. 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 എന്തോടെ നോക്കണ? എന്ന് മുതലാണ് ഈ പ്രേമം? ചേട്ടന്റെ നമ്പർ എന്ന് പറഞ്ഞേ? 86066000. അല്ല ഞാൻ വിളിക്കാട്ടോ. അപരിചിതമായ സ്ത്രീക്ക് നമ്പർ കൊടുക്കണ്ടായിരുന്നു. ആശാനകത്ത് ഉപ്പലോടച്ചിട്ട് പറ. നീ എങ്ങോട്ട് പാടാ? ഗൂഗിൾ പേ ചെയ്യടാ. ഇതാണ് നിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഈവൻ ഇത്രയൊക്കെ മതി. കൊട്ടാരക്കര കുണ്ടാവിള വീട്ടിൽ ബാബുവിന്റെയും രാധയുടെയും ഇളയ മകനായ ശ്രീജിത്ത് ബാബു മോനുസിന്
സുഗു സുജിത് കുമാർ ആൻഡ് ഫ്രണ്ട്സിന്റെയും അനിത സ്റ്റിക്കർ വർക്കിന്റെയും ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു ശ്രീജിത്ത് ബാബു. ഒന്ന് അനങ്ങി ചെയ്ത് സൂചേട്ടാ. ഏത് ഇത് ഈ അവസാനത്തെ മറ്റേ അനങ്ങി ചെയ്യാൻ. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. എന്റെ പൊന്നു സുമേ, ഇതിന് നന്നാക്കാനൊന്നും പറ്റൊന്നുമില്ല. ഇതിന്റെ മോട്ടറൊക്കെ പോയി. ഒരു പഴയ മോട്ടർ വെച്ച കുഞ്ഞായി. ഇനി ഈ മിക്സിയുടെ ആകെയുള്ളത് ഇതാ. അതൊന്നും എനിക്കറിയണ്ട. എനിക്ക് വൈകുന്നേരം ചമ്മന്തി അരയ്ക്കാനുള്ള. ചമ്മന്തി ഞാൻ വീട്ടിൽ നിറച്ചോണ്ട് തന്നാ മതിയോ? എന്നെ ഇന്നൊന്ന് രക്ഷപ്പെടുത്താൻ. അതൊരു 7:30 കൊണ്ടുവന്നാ മതി. 7:30. ഞാൻ തമാശ പറഞ്ഞാ. ബാബു മോനു. ഇതിങ്ങനെ തുറന്നു വെച്ചോണ്ടുള്ള കാര്യമുണ്ടോ സൂചേട്ടാ? അതെ, ഈ ഫോണിന്റെ ബാക്കിൽ ഫോട്ടോ പ്രിന്റ് ചെയ്യുന്നൊരു മിഷൻ വരുന്നുണ്ട്. അത് വന്നാൽ പിന്നെ ഞങ്ങളെ പിടിച്ചാൽ കിട്ടത്തില്ല. ബാക്കിൽ ഇങ്ങനെ വരും കവർ. സൂചേട്ടാ, എനിക്ക് വീട്ടിൽ കല്യാണം നോക്കുന്നുണ്ട്. നല്ല ചെറുക്കന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ പറ. വലിയ വരുമാനമുള്ള കടയൊന്നും വേണമെന്നില്ല. എനിക്ക് ജോലിയുണ്ടല്ലോ. ശരിയാണ്. മാങ്ങാ ചമ്മന്തി മതിയേ. 7:30. പാവം, നല്ലൊരു പയ്യനെ കണ്ടുപിടിക്കണോട്. നമ്മുടെ പരിചയത്തിൽ ആരെങ്കിലും പയ്യന്മാരുണ്ടാവും? എടാ എന്നോട് അവളുടെ വീട്ടിൽ ചെന്ന് പെണ്ണു വയ്ക്കാനാ പറയണത്. ഈ ചേട്ടിയുടെ കടയിൽ ഒരു കുഴപ്പമില്ലെന്ന്. ഇടത് സുധാകരന്റെ പെങ്ങളാണ്. സുധാകരന്റെ പെങ്ങൾ എന്ന് പറഞ്ഞാൽ എന്റെ പെങ്ങളാണ്. പിന്നെ കടയുടെ ഈ ചെരിക്കണ കേസൊക്കെ നാളെ കോയമ്പത്തൂർ ഈ പ്രിന്റർ കൊണ്ട് വരുമ്പോഴേക്ക് മാറും മൊത്തം. കോയമ്പത്തൂരാണ്. ഞാനും കൂടി ട്രെയിൻ വന്നിരിച്ച്. ട്രെയിനാ? ബുള്ളറ്റ് ഉള്ളപ്പോഴാ? എടാ ബുള്ളറ്റിന് പോടാ. നമ്മൾ രണ്ടുപേരും കൂടിയാ. അപ്പൊ ഇവനെ കൊണ്ടുപോണ്ടേ? അവനെ കൊണ്ടുപോകാം. അവനെന്തിനും ആവശ്യത്തിന് ഉപയോഗിക്കാലോ. എടാ ഞാൻ മാത്രം കൊണ്ട് എടുക്കാം. തമിഴ്നാട്ടിലെ കല്ലുണ്ട് ടെസ്റ്റ് ചെയ്യാം. എന്നാ രാവിലെ പോയേക്കാം. നീ മാത്രം കൊണ്ട് എടുക്ക. പ്രായം കൊണ്ടല്ലടാ അപ്പഴത്തെ എടാ നീ നമ്പർ കറക്റ്റ് ആയിട്ടാണോ കൊടുത്തത്? ആശാന്റെ നമ്പർ ഞാൻ തെറ്റിക്കും. ഇല്ലടാ, നീ എന്തൊരു സ്പീഡിലാടാ പറഞ്ഞ് ഒന്നും മനസ്സിലായി കാണൂല. ഇല്ല ആശാനെ, ഇതിലെന്താണ്ടൊക്കെ ഒരു കുഴപ്പമുണ്ട്. അല്ലെങ്കിൽ പിന്നെ അവളെ പോലത്തെ ഒരു പെങ്കൊച്ചക്ക ആശാനെ പോലത്തെ ഒരു നാറിനെയൊക്കെ പ്രേമിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ചിലപ്പോ ഇനി വല്ല ഇൻഷുറൻസ് ഏജന്റ് വല്ലതും ഒക്കെ ഇരിക്കും. അങ്ങനെയാണെങ്കിൽ 2 ദിവസം കഴിയുമ്പോ വല്ല പോളിസിയുടെ കാര്യമൊക്കെ പറഞ്ഞ് വിളിക്കും. ഡേ അവളെന്നെ കണ്ടപ്പോ ചിരിച്ച ചിരി കണ്ട? ആ ചിരിയിലുണ്ടായിരുന്നടാ അവൾക്ക് എന്നോടുള്ള ലവ്. പിന്നെ അത് കണ്ടിട്ട് എനിക്ക് ആശാനെ കളിയാക്കി ചിരിക്കണായിട്ടാ തോന്നിയത്. ഇവൻ ഭയങ്കര ഇങ്ങനെ താഴെ അവളായിരിക്കോ? ഹലോ ഹലോ, പീറ്ററുടെ അല്ലേ? ആ ഞാനാ ചേട്ടന്റെ ഷീബ. നമ്മുടെ ബന്ധം അടുത്ത ലെവലിലേക്ക് പോകാൻ സമയമായിരിക്കും. ഓ ഞാൻ വിളിച്ചോളാം. ചക്കര ഉമ്മ. ആയിക്കോട്ടെ. ചക്കര ഉമ്മ.